ഒരു മാസം കൂടെ നീ നിന്നോട്ടെ. അല്ല പ്രിയരെ, കർത്താവ് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുക. ഒന്ന് മാനസാന്തരപ്പെട്ട്, അതാണ് റോമാസഭയോട് പറയുന്നത്. ദൈവത്തിൻ്റെ ദയയെ, ദീർഘക്ഷമയെ നമ്മൾ ലാഘവത്തോടെ കാണരുത്. ഒന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. വരുവാനുള്ള കോപ ദിവസത്തിൽ, ആ ന്യായവിധി സമയത്ത് ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയാത്തവനായി തീരാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആകാൻ കർത്താവ് നമുക്ക് അവസരം തരിക. ഈ സന്ദേശം കേൾക്കുമ്പോൾ മറ്റുള്ളവരെ വിധിച്ച്, മറ്റുള്ളവരെ പഴിച്ച്, അവനവൻ്റെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്ത് മാനസാന്തരപ്പെടാതെ, പാപത്തിൽ സഞ്ചരിച്ച്, വിശുദ്ധിയില്ലാതെ സഞ്ചരിച്ച്, നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ വിശുദ്ധിയോടെ സഞ്ചരിപ്പാൻ, വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ, ദൈവം തന്ന ആ ദയയും മനസ്സലിവിനെയും ഒന്നുകൂടി തിരിച്ചറിഞ്ഞിട്ട് മാനസാന്തരത്തിലേക്ക് നടക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം